ഈ കള്ളത്തൊരീക്കത്തിന്റെ ഒന്നാമത്തെ അടയാളം അതത് കാലത്ത് ആലിമീങ്ങളെ എതിർക്കലായിരിക്കും. കാരണം ആലിമീങ്ങൾ എന്തിനാ എതിർക്കുന്ന വെച്ചാൽ മൂപ്പര ത്വരീക്കത്തിന് ആദ്യം എതിർക്കൽ ഉസ്താദായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ആദ്യം തന്നെ ഓറെ എതിർത്ത് വെച്ചാൽ പിന്നെ കാര്യങ്ങൾ സിമ്പിളായല്ലോ. അതാണ് ആദ്യത്തെ പരിപാടി. നിങ്ങൾ ഏത് കള്ളത്തൊരീക്കത്താരും കണ്ടോ, അവർക്ക് ലാഹിറൻ ഇൽമാണ്, നമ്മൾ ബാത്തിനൻ ഇൽമാണെന്നാ പറയുന്നവര്. ഷെഹറാനിമ വയ്ക്കുന്നത് എന്ത് ലാഹിർ എന്ത് ബാത്തിന്, ശരിയത്തില്ലാത്തവനിക്ക് എന്ത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വല്ല ലോട്ടറി കമ്പനിയിലും പെട്ടു, ലോട്ടറി കമ്പനിയിലും പെട്ടു. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, ലോട്ടറി കമ്പനിയും പെടും. അല്ലെങ്കിൽ വല്ല ബിദഅത്തിലും പെട്ടു. ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോക്ക് ശിർക്കായി. അങ്ങനെ ഉണ്ടാവും. 2 ദീനാറും 2 ദിർഹം എല്ലാം കിട്ടുമ്പോക്ക്. അല്ലാണ്ട് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി 10 മിനിറ്റ് കൂടിക്കാഴ്ച ഉണ്ടായോണ്ടല്ല പെട്ടെന്നൊരു ശിർക്കാവല്. നല്ല ജീവിതമായിരുന്നു, പെട്ടെന്ന് എന്തെങ്കിലും കള്ളത്തൊരീക്കത്ത്, കള്ളവിശ്വാസങ്ങൾ, മോശം വിശ്വാസങ്ങൾ, ബിദഅത്ത് ഇങ്ങനെയൊക്കെ ആവും. ഇവര് ഭാഗ്യം കെട്ടോല, നല്ല ജീവിതമായിരുന്നു, പെട്ടെന്ന് ഔട്ടായി. മൂന്നാമത്തെ ഒരു ടീമുണ്ട്, മഹാഭാഗ്യവാന്മാർ. അവരാരാ? ശരിക്കും അവരാവാനാ നമ്മൾ ശ്രമിക്കേണ്ടത്. നല്ല ജീവിതം തന്നെ തുടക്കത്തിലെ. മരിക്കണതിന്റെ കുറച്ച് മുമ്പ് മൂപ്പരിക്ക് മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെ മൂപ്പര് പെട്ടെന്നൊരു മാറ്റം, പെട്ടെന്നൊരു മാറ്റം. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി എഴുതിയ, അല്ലെങ്കിൽ +2 കാരൻ എഴുതിയ, പേരക്കുട്ടി എഴുതിയ, സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു എഴുത്തു വരുന്നു മഹല്ല് ഗ്രൂപ്പിൽ, വാട്സപ്പിൽ. എന്തേ, 2 ആഴ്ചയായിട്ട് ഉപ്പാപ്പ സംസം വെള്ളം മാത്രമാണ് കുടിച്ചത്, ബുർദ കൂടുതൽ ചൊല്ലിയിരുന്നു. സാധാരണ 4 റക്അത്താണ് തഹജ്ജുദ് നിസ്കരിക്കാറ്. ഈ 2 ആഴ്ചയായിട്ട് ഉപ്പാപ്പ 8 റക്അത്ത് തഹജ്ജുദ്, 8 റക്അത്ത് ളുഹ, കൂടുതൽ സംസാരിച്ചിരുന്നില്ല. മരിക്കണ്ടേന്ന് എല്ലാ ദിവസവും പറയും. ഉപ്പാപ്പക്കെന്തോ മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെയാണ്. അങ്ങനെ ഉണ്ട്, പെട്ടെന്നൊരു ഗിയർ മാറ്റൽ, പിന്നെ വണ്ടി സ്പീഡ് കൂട്ടി. അങ്ങനെയാ നമ്മളാവേണ്ടത്. അല്ലാതെ എടാ എന്റെ ഫോണ് ഡിസ്പ്ലേ എല്ലാം പൊട്ടിയിട്ടാന്ന് പ്രായമുള്ള ആളാ പറയുന്നത്, 86 വയസ്സ്, നല്ലൊരു ഫോണ് വിടുക. ദിവസം കഴിയുന്തോറും ആധുനിക സൗകര്യങ്ങളുടെ ലോകത്തേക്ക് വിരാജിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഭാര്യമാര് പറയാറുണ്ട്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന ആയത്ത് സൂറത്ത് ഇറങ്ങിയപ്പോ വഫാത്തിന്റെ സൂചനയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓൾറെഡി കാലിന് നീര് കെട്ടുന്നവരെ ഈ ഭാഗത്തൊക്കെ നിസ്കരിക്കുന്ന